ഹലോ, ഇന്ന് ഫാദേഴ്സ് ഡേ ആയിട്ട് ഞാൻ ഇന്ന് അച്ഛന് വട്ടയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അച്ഛന് കഴിച്ചിട്ടില്ല. അത് ഏകദേശം 1/2 കിലോ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്കിത് ഈ അരിപ്പൊടി ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം. നന്നായി കുറുകി വന്നാൽ അത് തണുക്കാൻ വെക്കണം കേട്ടോ. ഏകദേശം ഈ പരുവം നല്ല കട്ടിയായിട്ട് ഈ പരുവത്തിലെടുക്കാം. ഇനി ഒരു മിക്സിഡ് ജാറിലേക്ക് അരമുറി തേങ്ങ, 3 ഏലക്കായ, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് നന്നായി അരച്ചെടുക്കണം. അതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയ തേങ്ങയിലേക്ക് നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം എനിക്കിവിടെ ഒരു 4 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. നന്നായി ഒന്ന് കലക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി മിശ്രിതം ചേർത്ത് 1 മിനിറ്റോളം നന്നായി ഒന്ന് അരച്ചെടുക്കാം. ആവശ്യമെങ്കിൽ വെള്ളം ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഏകദേശം ഇതേ ഒരു പരുവത്തിന് വേണം കിട്ടാൻ. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന്. വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഇച്ചിരി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി അഥവാ വെള്ളം കുറഞ്ഞു പോയാൽ ഇച്ചിരി കൂടെ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 4.5 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ. അപ്പോഴേക്കിതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇനി വട്ടയപ്പം സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇച്ചിരി നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഓയിലും വെളിച്ചെണ്ണയേക്കാളും നല്ലത് നെയ്യാണ്. നെയ്യാകുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്പം വിട്ട് കിട്ടും. നെയ്യ് തടവിയ പ്ലേറ്റിലേക്ക് നമ്മുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി തട്ടിലാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി തട്ട് ആവി വന്നപ്പോൾ ഇവിടെ കൂട്ടി വെച്ച് കൊടുത്തു. ഇനി അതൊരു 30 മിനിറ്റ് ഇരുന്ന് വേവണം. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി. അച്ഛാ, ഇന്നത്തെ സ്പെഷ്യൽ വട്ടയപ്പം കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? വട്ടയപ്പം നല്ല രുചിയിട്ടാ. പഞ്ഞുമായിരുന്നു.